പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യോബിന്റെ പുസ്തകം 39-ാം അധ്യായം എന്റെ 1-ാമത്തെ വാക്യം. പാറയിലെ കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ? മാൻപേടകളുടെ ഈറ്റുനോവ് നീ കാണുമോ? വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സർവജ്ഞാനത്തെ വെളിപ്പെടുത്തുന്നതാണ് യോബിന്റെ പുസ്തകം 39-ാം അധ്യായം എന്ന് പറയുന്നത്. ജന്തുലോകത്തിലെ അത്ഭുതങ്ങളെക്കുറിച്ച് നമുക്ക് അധ്യായത്തിൽ കാണാൻ കഴിയും. ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യോബുമായിട്ട് എന്താണ് ഈ വചനത്തിന് ബന്ധം എന്നുള്ളത് നമ്മൾ വായിക്കും. നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത്, യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് യോബിനോട് അനേക ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അല്ലേലിയ. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ കഴിയാത്ത വിധത്തിൽ യോബിന്റെ ജീവിതത്തിലേക്ക് തുടരെ തുടരെ ചോദ്യങ്ങൾ കടന്നു വരികയാണ്. അല്ലേലിയ. എന്താണ് ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങൾ? അതാണ് യോബിന്റെ പുസ്തകം 39-ാം അധ്യായം 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ വായിക്കാം. പാറയിലെ കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ? മാൻപേടകളുടെ ഈറ്റുനോവ് നീ കാണുമോ? അവയ്ക്ക് ഗർഭം തികയുന്ന മാസം നിനക്ക് കണക്കുകൂട്ടാമോ? അവയുടെ പ്രസവകാലം നിനക്ക് അറിയാമോ? അവ കുനിഞ്ഞു കുട്ടികളെ പ്രസവിക്കുന്നു, ക്ഷണത്തിൽ വേദന കഴിഞ്ഞു പോകുന്നു. അവയുടെ കുട്ടികൾ ബലപ്പെട്ടു കാട്ടിൽ വളരുന്നു, അവ പുറപ്പെട്ടു പോകുന്നു, മടങ്ങി വരുന്നതുമില്ല. ഇങ്ങനെ അനവധി ചോദ്യങ്ങളാ, യോബിനെ കുഴയ്ക്കുന്ന ചോദ്യങ്ങളാ. ഒരു കണക്ക് പറഞ്ഞാൽ നമ്മളെയും വളരെ കുഴയ്ക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. പക്ഷെ നമുക്ക് അല്പസമയം വചനത്തിലൂടെ ചിന്തിച്ച് ആത്മീയമായി കർത്താവിന് എന്താണ് നമ്മോട് പറയുവാനുള്ളത് എന്ന് നമുക്ക് ആ ഭാഗത്തും ചിന്തിക്കുമ്പോൾ, യോബിന് മറുപടി നൽകാൻ കഴിയാത്ത അനേക ചോദ്യങ്ങൾ ദൈവം തുടരെ തുടരെ അല്ലെങ്കിൽ അവനോട് ചോദിക്കുകയാണ്. ചില സാഹചര്യത്തിൽ നമുക്കും അങ്ങനെ അനുഭവപ്പെടാം. അല്ലേലിയ. മുൻ അധ്യായത്തിൽ പ്രകൃതി ശക്തികളെ കുറിച്ച് ദൈവം പറയുമ്പോഴേ ഈ അധ്യായത്തിൽ ജന്തുലോകത്തെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യങ്ങൾക്ക് യാതൊരു പ്രസക്തിയും ഇല്ലെന്ന് തോന്നിയാലും, മനുഷ്യനെ സംബന്ധിച്ച് ഈ ചോദ്യങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ലെന്ന് തോന്നിയാലും, പക്ഷെ ദൈവത്തിന്റെ ഉദ്ദേശപ്രകാരം സൃഷ്ടിക്കപ്പെട്ടവയാണ് അവയെല്ലാം എന്ന് ദൈവം നമുക്ക് വെളിപ്പെടുത്തുകയാണ്. നമുക്ക് ഈ ചോദ്യങ്ങളോട് വലിയ താല്പര്യമൊന്നും കാണത്തില്ല, നമുക്കിതുമായിട്ട് വലിയ ബന്ധവും കാണത്തില്ല. പക്ഷെ ദൈവം പറയുന്നത് ഇതെല്ലാം എന്റെ സൃഷ്ടികളാണ്, ഞാൻ നിയന്ത്രിക്കുന്നതാണ്, എന്റെ ജ്ഞാനമാണ് ഇതെല്ലാം എന്ന് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തുകയാണ്. ലേലിയ. അപ്പൊ യോബ് അത് ഗ്രഹിക്കണം, യോബ് അതിനെക്കുറിച്ച് പഠിക്കണം. ഇവിടെ നാം ചിന്തിക്കേണ്ടത് ദൈവത്തിന്റെ സൃഷ്ടികളെ കുറിച്ച് നമ്മൾ ഗ്രഹിക്കണം, നമ്മളത് പഠിക്കണം, മനസ്സിലാക്കണം, ധ്യാനിക്കണം. എന്നിട്ട് കർത്താവിനെ, സർവജ്ഞാനിയായ കർത്താവിനെ നമ്മൾ അനുഗമിക്കണം. അതിനുവേണ്ടി അനേകം ചോദ്യചിഹ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലും വന്നേക്കാം. അല്ലേലിയ. സ്തോത്രം. വന്യമൃഗങ്ങൾക്ക് ആഹാരം ലഭിക്കാൻ തക്കവണ്ണം ദൈവം പ്രകൃതിയെ നിയന്ത്രിക്കുന്നത് പോലെ ബലഹീന മൃഗങ്ങളുടെ സന്താനോത്പാദനവും സുരക്ഷിതത്വവും എന്നിവയും ദൈവത്തിന്റെ നിയന്ത്രണത്തിന് കീഴിലാണ്. എല്ലാം ദൈവത്തിന്റെ നിയന്ത്രണത്തിന് കീഴിലാണ്. ഈ ഭൂമിയിലുള്ള സകല ചരാചരങ്ങളുടെയും സകല സൃഷ്ടിയുടെയും നിയന്ത്രണം സർവജ്ഞാനിയായ ദൈവത്തിന്റെ കരങ്ങളിലാണ്. സർവജ്ഞാനിയായ ദൈവത്തെ പോലൊരു ദൈവത്തെ ഈ ഭൂമി ചൂണ്ടിക്കാണിക്കുവാൻ ഒരു മതങ്ങൾക്കും കഴിയില്ല, ഒരു വ്യക്തികൾക്കും കഴിയില്ല, ഒരു മത നേതാവിനും കഴിയത്തില്ല, ഒരു സംഘടനയ്ക്കും കഴിയത്തില്ല. ഇനി എന്തെല്ലാം അതിന്റെ നിങ്ങൾ വാദപ്രതിവാദങ്ങൾ കൊണ്ടുവന്നാലും ഈ കാണുന്ന പ്രകൃതിയെ, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം, കോവയായ ദൈവം, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് ഏക സത്യ ദൈവം. ഏക സത്യ ദൈവമായിരിക്കുന്ന യേശുക്രിസ്തുവിലൂടെ മാത്രമേ സകല മനുഷ്യർക്കും രക്ഷയുള്ളൂ എന്ന് സകല ജനത്തെയും പരിപാലിക്കുന്നതും സംരക്ഷിക്കുന്നതും അവർക്ക് വീണ്ടും ആഹാരം കൊടുക്കുന്നതും, വന്യമൃഗങ്ങളടക്കം സകലത്തിനും ആഹാരം കൊടുക്കുന്നത് നമ്മുടെ ദൈവമാണ്. അല്ലേ? അതിനെക്കുറിച്ച് നമ്മെ ശരിയായ രീതിയിൽ ദൈവം പഠിപ്പിക്കുമ്പോൾ
പുതിയ നിയമത്തിലേക്ക് വരുമ്പം അമ്മേ കർത്താവ് നമ്മോട് ചോദിക്കുന്ന ചോദ്യമാണ് മത്തായിയുടെ സുവിശേഷം അല്ലെങ്കിൽ 6-ാം അധ്യായം അതിന്റെ 25 തൊട്ടുള്ള വാക്യങ്ങൾ. അവിടെ പറയാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കും എന്ന് നിങ്ങളുടെ ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. നമ്മളിപ്പോഴും വായിച്ച് ചിന്തിച്ച് പറയുന്ന വചനങ്ങളാണ് അല്ലേ? എന്നിട്ട് കർത്താവ് പറയാണ് അല്ലേ, ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവകളെ നോക്കുകയും അല്ലേ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടി വയ്ക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? വിചാരപ്പെടുന്നതിനാൽ തന്നെ നീളത്തോടൊരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? പ്രൈസോ. യഥാർത്ഥത്തിൽ യോബിനോട് പറഞ്ഞതുപോലെ ഒരു ചോദ്യമായി ഇവിടെ നാം ദൈവത്തിന്റെ സർവജ്ഞാനത്തെ ഗ്രഹിക്കണം. യോബ് ദൈവത്തിന്റെ സർവജ്ഞാനത്തെ ഗ്രഹിക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി, ദൈവമാണ് സകലവും നിയന്ത്രിക്കണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചുഴലിക്കാറ്റിൽ യോബിനോട് ദൈവം സംസാരിച്ചതുപോലെ പുതിയ നിയമത്തിൽ ദൈവം നമ്മോടും സംസാരിക്കുന്നു, ആകാശത്തിലെ പറവുകളെ നോക്കാൻ. അല്ലേലിയ. നമ്മളെപ്പോഴും കാണുന്നതും പറയുന്നതായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് വലിയ വിചാരങ്ങളൊന്നുമില്ല. എന്നാൽ ദൈവത്തിനും പറയുന്നത് ചിന്താകുലം ഒരു മനോരോഗമായി, ഒരു മാറാരോഗമായി തീരാവുന്നതാണ്. അതുകൊണ്ട് ഓരോ കുടുംബങ്ങളും തങ്ങളുടെ ഇഷ്ടത്തൊഴിൽ മക്കളെ പഠിപ്പിച്ച് ചിന്താകുലമില്ലാതെ ജീവിക്കാൻ പഠിപ്പിക്കണം. അല്ലേ? ഓരോ കുടുംബങ്ങളും എന്ത് ചെയ്യണം? അവരവർ ചെയ്യുന്ന തൊഴിൽ തങ്ങളുടെ മക്കളെ കൂടെ പഠിപ്പിച്ച്, പഴയ നിയമകാലത്ത് എന്ന് പറയുന്നത് തങ്ങളുടെ മക്കൾ ചിന്താകുലമില്ലാത്തവരായി ജീവിക്കാൻ പഠിപ്പിക്കണമെന്ന് അല്ലേ നമുക്ക് കാണാൻ കഴിയും. അല്ലേ? അപ്പൊ ഒരുവൻ കള്ളനോ കൊള്ളക്കാരനോ ആയി തീരാതിരിക്കാൻ ഒരു തൊഴിൽ അവനെ അഭ്യസിപ്പിക്കണം. കുശവൻ, ആശാരി, കൊല്ലൻ, പപ്പടക്കാരൻ ഇവരുടെ എല്ലാം തൊഴിൽ ഇതിനുദാഹരണമാണ്. അല്ലേ? അപ്പൊ യഹൂദ റബിമാരും കൂലിപ്പണിക്കാരനായ യഹൂദ റബിമാർ അല്ലലിയ ഇതിന് ഉദാഹരണമാണ്. ഇത് കൂലിപ്പണിക്കാരനായ അല്ലലിയ സ്തോത്രം അല്ലലിയ സകല ജനങ്ങളും തങ്ങളുടെ മക്കൾക്കൊരു തൊഴിൽ അഭ്യസിപ്പിച്ചു കൊടുക്കണം. പ്രൈസലോ. എന്നിട്ട് ഇതിന്റെ ചരിത്ര പശ്ചാത്തലം കൂടെ ഞാൻ വായിച്ച് നിങ്ങളോട് പറയുകയാണ്. അതിങ്ങനെ എഴുതിയിരിക്കുന്നു. അല്ലലിയ കൂലിപ്പണിക്കാരനായ സിംഹത്തെയും കച്ചവടക്കാരനായ കുറുക്കനെയും കാണാനാകില്ല എന്ന് പറയുമായിരുന്നു. അവയുടെ ജന്മവാസനയ്ക്കൊത്ത കാര്യങ്ങൾ ചെയ്ത്, എന്നാൽ മനുഷ്യനോ അവന്റെ കാര്യം കഷ്ടം തന്നെയാണ്. എല്ലാവരും അവരവരുടെ ജോലി ചെയ്യുന്ന അവരവരുടെ രീതിയിൽ കൂടെ പോകുന്നു. പക്ഷെ മനുഷ്യന്റെ കാര്യം കഷ്ടം തന്നെ. ആ ഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലായി. അപ്പൊ നാം മക്കളെ പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കണം, അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് പറഞ്ഞു കൊടുക്കണം, അവരെ അഭ്യസിപ്പിക്കേണ്ടത് അഭ്യസിപ്പിക്കണം, അവരെ നേരായ പാതയിലൂടെ നടത്തുവാൻ കഴിയണം. അല്ലേ? കാരണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവ് ഏറ്റവും ഏസന്നമായിരിക്കുന്നതുകൊണ്ട് ആമി സ്തോത്രം, ദൈവം സകലത്തെ നിയന്ത്രിക്കുകയും സകലത്തെയും ഭരിക്കുകയും സകലത്തിനും ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കുകയും സകലത്തെയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് പോലെ ദൈവസഭയ്ക്ക് ഒരു ആത്മീയ വർധനം ആവശ്യമാണ്. നിങ്ങളുടെ കുടുംബത്തിനകത്തൊരു ആത്മീയ വർധനം ആവശ്യമാണ്. അല്ലേരിയ. എത്രമാത്രം നിങ്ങൾ വർദ്ധിച്ചു വരുന്നോ അത്രമാത്രം ദൈവം നിങ്ങളെ സഹായിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അല്ലേരിയ. എന്ന് പറഞ്ഞാൽ അല്ലേരിയ സുവിശേഷം അറിയിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, വൈദ്യ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പിൻ എന്ന് പറഞ്ഞവൻ മാൻപേടയും അതിന്റെ പ്രസവത്തെയും ശ്രദ്ധിച്ചിരിക്കുന്നു. ഇത് കർത്താവ് മാൻപേടയുടെ പ്രസവത്തെ ശ്രദ്ധിച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് നാം പഠിക്കേണ്ട ആത്മീയ പാഠം, മാനുകൾ പ്രസവിച്ച് പെരുകുന്നത് പോലെ ദൈവജനങ്ങളും ആത്മാക്കളെ ആദായം ചെയ്യുന്നവരായിരിക്കണം. അല്ലേരിയ. മാനുകൾ പ്രസവിച്ച് പെരുകി അത് വലിയ കൂട്ടമായി മാറുന്നത് പോലെ ദൈവമക്കൾ എന്ത് ചെയ്യണം? ആത്മാക്കളെ നേടി കർത്താവിന് വേണ്ടി അനേകരെ ആദായപ്പെടുത്തണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ആത്മാക്കളുടെ ജനനമില്ല. ആത്മാക്കൾ പുതിയതായിട്ട് ജനിക്കുന്നില്ല. ഉള്ളവരെ കൊണ്ട് മാത്രം തള്ളി നീക്കുന്ന ഒരു അനുഭവമാണ് ഇന്നത്തെ ദൈവസഭയുടെ അനുഭവം എന്ന് പറയുന്നത്. സഭയ്ക്ക് അകത്തുള്ളവർ മാത്രം വർദ്ധിക്കുന്നതല്ലാതെ പുറത്തു നിന്നൊരു ആത്മാക്കൾ ആ സഭയിലേക്ക് വരുന്നില്ല. ഒരു പെറ്റുപെരുകുന്ന അനുഭവം ഉണ്ടാകുന്നില്ല. അല്ലേരിയ. ആ പെറ്റുപെരുകുന്ന അനുഭവത്തെ കുറിച്ചാണ് ഇയ്യോബിനോട് ദൈവം പറയുന്നത്. അല്ലേരിയ. സ്തോത്രം. നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇയ്യോബിന്റെ പുസ്തകം 39 1, 2, 3, 4 വാക്യങ്ങൾ. അപ്പം പെറ്റുപെരുകുക,
സുവിശേഷം അറിയിക്കുന്നവൻ ആത്മഭാരത്തോടു കൂടിയ ശക്തമായ പ്രാർത്ഥന ആവശ്യമാണ്. സുവിശേഷം അറിയിക്കാൻ എന്ത് ചെയ്യണം? ആത്മഭാരത്തോടു കൂടി ശക്തമായ പ്രാർത്ഥന. ഓരോ വ്യക്തികൾക്കും പ്രാർത്ഥനയുണ്ടെങ്കിൽ മാത്രമേ ആത്മാക്കളെ നേടാൻ കഴിയുള്ളൂ. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുന്നത്, പക്ഷെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അപൂർവമാണ്. എല്ലാവരും പ്രാർത്ഥിക്കുന്നത് തങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കണം, വീട് വെക്കണം, മക്കളുടെ ഭാവി, അവരുടെ ജീവിതം, രോഗം, കഷ്ടം മാറണം, അനുഗ്രഹം ലഭിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഭൂരിപക്ഷം പ്രാർത്ഥനകളും. ഹല്ലേലൂയ. എന്നാൽ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. അതാണ് ദൈവം ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുന്നത്. ദൈവത്തിന്റെ കാതുകളിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മഭാരത്തെ ആമേൻ നിങ്ങൾ എത്തിക്കണം. നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മഭാരത്തെ നിങ്ങൾ പ്രാർത്ഥനയിലൂടെ അത് ചെയ്യുമ്പോൾ സർവശക്തനായ ദൈവം അത് കേൾക്കും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ പ്രസവിക്കുന്ന മാനുകളെ നോക്കണം, അവ കുനിഞ്ഞു കുട്ടികളെ പ്രസവിക്കുന്നു എന്ന് യോബിന്റെ പുസ്തകം 39-ാം അധ്യായം 3-ാം വാക്യം കാണുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവ കുനിഞ്ഞു കുട്ടികളെ പ്രസവിക്കുന്നു, ക്ഷണത്തിൽ വേദന കഴിഞ്ഞു പോകുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ സ്തോത്രം, ഇതിനെ കുറിച്ച് നമ്മൾ പഠിക്കും. പ്രസവവേദനയോട് കൂടിയ പ്രാർത്ഥന ആണ് ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് ആവശ്യം. മാനുകൾ കുനിഞ്ഞ് പ്രസവവേദനയോടെ പ്രസവിക്കുന്നു, ആ വേദന പെട്ടെന്ന് പോകുന്നത് പോലെ ദൈവമക്കൾ എന്ത് ചെയ്യണം? ആത്മാക്കൾക്ക് വേണ്ടി പ്രസവവേദനയോടെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പൊ പൗലോസും പറയുന്നുണ്ട്, ക്രിസ്തു ഈ ജനത്തിൽ, ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം പ്രസവവേദനപ്പെടുന്ന പൗലോസും പറയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നേരെ കേൾക്കുന്ന ഈ ലോകം മുഴുവൻ പാപത്തിൽ നിറയപ്പെട്ട്, ശാപത്തിൽ നിറയപ്പെട്ട്, ദൈവമായി യാതൊരു ബന്ധവുമില്ലാത്ത അന്യാരാധന അകപ്പെട്ട്, സാത്താന്റെ കയ്യിലകന്ന് അമർത്തപ്പെട്ട്, സാത്താന്യ ആചാരങ്ങൾക്കനുസരിച്ച് ലോകം മുഴുവൻ നീങ്ങുമ്പോൾ ആത്മാക്കളെ ആദായപ്പെടുത്താൻ വേണ്ടി, ആത്മാക്കളെ നേടാൻ വേണ്ടിയിട്ട് പ്രസവവേദനയോടുകൂടിയ പ്രാർത്ഥന, ആത്മാക്കളെ ജനിപ്പിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവജൻ പറയുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ആത്മാക്കൾ കർത്താവിന്റെ ഭവനത്തിൽ ജനിക്കുന്നത് വരെ ആത്മാക്കൾക്ക് വേണ്ടി വളരെയധികം ഭാരത്തോടും കണ്ണുനീരോടും കൂടെ പ്രാർത്ഥിക്കണം. ആത്മാക്കൾ ജനിക്കുന്നവർ വിദേശത്ത് കർത്താവ് നിങ്ങളെ ആക്കിയാൽ, ഒരു സഭയിൽ ദൈവം നിങ്ങളെ കൊണ്ട് ഇരുത്തിയാൽ, ആ സഭയിൽ ആത്മാക്കൾ ഉണ്ടാകുന്നിടത്തോളം സമയം ദേശത്തിന്റെ നാനാഭാഗത്തു നിന്നും ആത്മാക്കൾ രക്ഷിക്കപ്പെട്ട് കടന്നു വരുവാൻ, ഹല്ലേലൂയ, അത് വലിയ വിശാലമായ സഭയെ തീരുവാൻ, മാൻകുട്ടികൾ പെറ്റുപെരുകുന്നത് പോലെ സഭ പെറ്റുപെരുകുവാൻ, ആത്മാക്കൾ കൊണ്ട് നിറയുവാൻ പ്രാർത്ഥന വളരെ ആവശ്യമാണ്. അതിന് വളരെ വില കൊടുക്കണം. ഹല്ലേലൂയ. നമ്മുടെ ചുറ്റുവട്ടത്ത് നിന്ന് കിടക്കുന്ന ജനത്തിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഒന്ന് ഓടിച്ചു നോക്കിയാട്ടെ. നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. എത്രയോ ആളുകളാണ് യേശുവിനെ അറിയാതെ, ആത്മരക്ഷ എന്തെന്നറിയാതെ ഇന്നും പാപത്തിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ. മദ്യമുണ്ട്, മയക്കുമരുന്നുണ്ട്, ലഹരികൾ കൊണ്ട് ഈ ലോകത്തിൽ സുഖാലോലുപ ജീവിതം ചാറാടി നടക്കുന്ന അനവധി ആളുകൾ ഉണ്ട്. അവരെല്ലാം നിത്യമായി നരകത്തിലേക്ക് പോകുമ്പോൾ, അവർ നിത്യമായി നാശത്തിലേക്ക് പോകുമ്പോൾ, അങ്ങനെയുള്ളവരെ കുറിച്ച് ആത്മഭാരത്തോടെ കണ്ണുനീരോടുകൂടി ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ആത്മഭാരം തോന്നി. നമുക്കറിയാം, നമ്മുടെ സഭകളൊക്കെ 3, 7, 21, 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയൊക്കെ വളരെ വിളംബരം ചെയ്താ ചെയ്യുന്നത്. ഓരോ ഉപവാസ പ്രാർത്ഥന 40 ദിവസമൊക്കെ ലക്ഷങ്ങൾ അടിച്ചു പൊളിക്കും. പക്ഷെ ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. മാൻകുട്ടികൾ പെറ്റുപെരുകുന്ന പോലെ ഒരു പെറ്റുപെരുകൽ ആ ഉപവാസ പ്രാർത്ഥന നടന്നിട്ടില്ല. ഹല്ലേലൂയ. വിശ്വാസികൾ കടന്നു വന്ന് പ്രവാചന ദൂതുകൾ കേട്ട് മടങ്ങിപ്പോകുന്നവരാ. പ്രവചനം കഴിഞ്ഞ് ആ ദൂതുമൊക്കെ കേട്ടു പോകുമ്പോൾ നാളെ പാസ്റ്റർ നാളെ ആരാ വരുന്നത്, അടുത്ത സെക്ഷനിൽ ആരാന്ന്. ഹല്ലേലൂയ. ആത്മഭാരമൊന്നുമില്ല. അവർക്ക് ദൂത് കേൾക്കണം, പ്രസംഗം കേൾക്കണം. ദൂത് കേൾക്കുന്നവരാണ് ഇന്നത്തെ വിശ്വാസികൾ മുഴുവൻ. ഇന്നത്തെ ആളുകളെല്ലാം എന്ത് ചെയ്യുന്നു? എല്ലാം ദൂത് കേൾക്കുന്നവരാ. ആത്മഭാരമില്ല. ഒരു കണക്ക് പറഞ്ഞ് സഭയും അത് തന്നെയാണ്. സഭയും സഭയുടെ ഇടയന്മാരും അത് തന്നെയാണ്. ആത്മഭാരം നഷ്ടപ്പെട്ടിട്ട് ദൂതുകൾ കേൾക്കുന്നവരായി മാറി. ഹല്ലേലൂയ. എല്ലാവർക്കും ദൂത് കേട്ടാൽ മതി. സഭയ്ക്കകത്ത് പെരുപ്പം ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഇയ്യോബിനോട് ദൈവം ചൊല്ലിക്കൊടുക്കാനിരുന്നത്. അനവധി ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇയ്യോബിനോട് ദൈവം പറയുകയാണ്, അല്ലെങ്കിൽ പുതിയ നിയമസഭയുടെ ദൈവം പറയുകയാണ്, മാൻപേടകൾ പെറ്റുപെരുകുന്നത് പോലെ സഭയ്ക്കകത്ത് ആത്മീയ വർധനവുണ്ടാകണം, ആത്മീയ ജനനം നടക്കണമെന്ന്. ഹല്ലേലൂയ. അപ്പൊ സകല വേദനകളിലും വെച്ച് ഏറ്റവും കഠിനമായ വേദന പ്രസവ വേദനയാണ്.
അല്ലെങ്കിൽ സകല വേദനകളിലും ഏറ്റവും വലിയ വേദന ഏതാണ്? പ്രസവ വേദനയാണ്. നിങ്ങൾ ആത്മാദായം ചെയ്യുമ്പോൾ ഏതൊരു ദുഃഖവും സഹിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾ ആത്മാക്കൾക്ക് വേണ്ടി കഷ്ടം സഹിക്കുമ്പോൾ, ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ആത്മാക്കൾക്ക് വേണ്ടി ഉപവസിക്കുമ്പോൾ, ആത്മാക്കളെ നേടുവാൻ വേണ്ടി നിങ്ങളുടെ സമയവും സന്ദർഭവും ശരീരവും മനസ്സും ഹൃദയമെല്ലാം നിങ്ങൾ വിട്ടുകൊടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സകല വേദനകളെയും നിങ്ങൾ സഹിക്കണം. ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന മാതാവ് ആ പ്രസവ വേദന സഹിക്കുന്നത് പോലെ ആത്മാക്കളെ നേടുന്നവർ, ഹല്ലേലൂയ, ആമേൻ, ആത്മാക്കളെ നേടുന്ന മുഖാന്തരം ഉണ്ടാകുന്ന ദുഃഖങ്ങൾ, ഹല്ലേലൂയ, രക്തം ചെയ്ത് സഹിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, അവ കുനിഞ്ഞ കുട്ടികളെ പ്രസവിക്കുന്ന ക്ഷണത്തിൽ വേദന കഴിഞ്ഞു പോകുന്നു. അവയുടെ കുട്ടികൾ ബലപ്പെട്ട് കാട്ടിൽ വളരുന്നു. അവ പുറപ്പെട്ടു പോകുന്നു, മടങ്ങി വരുന്നത് വില്ലെന്ന്. ഹല്ലേലൂയ. ഒരു വലിയ ചോദിച്ചിട്ട് ദൈവം നമ്മോടും ചോദിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പരിസ്ഥിതിക്ക് കർത്താവിന് വേണ്ടി വേദന അനുഭവിച്ച് ഭാരത്തോടെ താഴ്മയോടെ ആത്മാദായം ചെയ്യുന്ന ശുശ്രൂഷകരെയാണ് ദൈവം മാനിക്കുന്നത്. ആത്മാക്കളെ നേടുന്നവർക്ക് ആ പ്രതിഫലമുള്ളത് കേട്ടോ. ഹല്ലേലൂയ. സുഖലോലുപ ജീവിതം നയിച്ച് കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് മറ്റുള്ളവരെ പഴിചാരി അവർക്കെതിരെ ദൂഷണവും പറഞ്ഞ് വഴിയും പറഞ്ഞ് നടക്കുന്നവർക്കൊന്നും പ്രതിഫലം ലഭിക്കത്തില്ല. കാരണം ഈ ഭൂമിയിലുള്ള ജനം മുഴുവൻ പാപത്തിൽ വീണ് കിടക്കുകയാണ്. റോമാലേഖനമൊക്കെ വായിക്കുമ്പോൾ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നു. അങ്ങനെ പാപികളെ കൊണ്ട് നിറയപ്പെട്ട് കിടക്കുന്ന നമ്മുടെ കേരളത്തിലും ഭാരതത്തിലും ലോകരാജ്യത്തിന്റെ 7 ഭൂഖണ്ഡങ്ങളിലും പാപികളെ കൊണ്ട് നിറയപ്പെട്ട് കിടക്കുക. അതിന്റെ നടുവിലാണ് ദൈവം തന്റെ അഭിഷക്തന്മാരെ വിളിച്ച് വേർതിരിച്ചിട്ട് പറഞ്ഞത്, ആത്മഭാരത്തോടെ നീ പ്രാർത്ഥിക്കണം, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം, വേദനയോടെ പ്രാർത്ഥിക്കണം. മാൻപേടുകൾ കുഞ്ഞുങ്ങളെ പെറ്റുപെരുകുന്നത് പോലെ ആത്മാക്കൾ സഭയിൽ പെരുകണം. ദേശത്ത് വലിയ ആത്മീയ ജനനം ഉണ്ടാകണം. സഭയ്ക്ക് ഒരു വലിയ ആത്മീയ വർധനം ഉണ്ടാകണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്ന പ്രശ്നികത, പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. യോബിനെ കുഴയ്ക്കുന്ന വിധത്തിലുള്ള പല ചോദ്യങ്ങളും ചോദിക്കുന്നതിന് കാരണം സകലത്തിന്റെ സൃഷ്ടാവ് യേശുവാണെന്ന്, സകലത്തിന്റെ സൃഷ്ടാവ് യഹോവയായ ദൈവമാണെന്ന് യോബ് ഒന്ന് ഗ്രഹിക്കുകയും പഠിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ദൈവം നമ്മെ ഓരോന്നും പഠിപ്പിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നാം ദൈവത്തിന്റെ സന്നിധിക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. അപ്പം ഭാരത്തോടെ പ്രാർത്ഥിക്കണം, താഴ്മയോടെ പ്രാർത്ഥിക്കണം, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു മാതാവ് പ്രസവവേദനയോടെ ആ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോകുന്നത് പോലെ നിങ്ങളും അതേ വേദനയോടെ ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി, ആത്മീയജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സുവിശേഷം ലോകത്തിലെല്ലായിടത്തും പ്രചരിക്കപ്പെടണം. സുവിശേഷം ലോകത്തെല്ലായിടത്തും പ്രചരിക്കപ്പെടണം. ഈ ലോകത്തിൽ മനുഷ്യനെ രക്ഷിക്കുവാനുള്ള ഏക മാർഗം സുവിശേഷം മാത്രമേ ഉള്ളൂ. മനുഷ്യന്റെ പ്രതാപം കൊണ്ടും കഴിവുകൊണ്ടും പ്രാപ്തി കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും പാരമ്പര്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും അവന്റെ അറിവ് കൊണ്ടും ജ്ഞാനം കൊണ്ടും കഴിവ് കൊണ്ടും ഒന്നും ഭൂമിയിലുള്ള ഒരു മനുഷ്യനെയും രക്ഷിപ്പാൻ കഴിയില്ല. മനുഷ്യനെ രക്ഷിപ്പാൻ ഏക മാർഗം യേശുക്രിസ്തു മാത്രം. അതുകൊണ്ട് യേശുക്രിസ്തു എന്ന സുവിശേഷത്തെ സകല ജനത്തോട് നിങ്ങൾ വിളിച്ചു പറയണം. ഹല്ലേലൂയ. പത്രോസ് ആദ്യമായി ഇവർ അത് ചെയ്തിട്ടുണ്ട്. അപ്പോസ്തലർ പ്രതി 4:12 നമ്മൾ നിരന്തരം പറയുന്ന വാക്കുകളാണ്, മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുവനിലും രക്ഷയില്ല, മറ്റൊരിടത്തും രക്ഷയില്ല, മറ്റാരിലും രക്ഷയില്ല. അങ്ങനെയല്ലേ അവിടെ വചനം വായിച്ചാൽ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ, മറ്റൊരുത്തനും രക്ഷയില്ല, ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അപ്പം യഥാർത്ഥ രക്ഷകൻ, ഏക രക്ഷകൻ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അപ്പൊ ഏക രക്ഷകനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ സത്യസുവിശേഷം ലോകത്തോട് വിളിച്ചു പറഞ്ഞ് പാപത്തിൽ വീണ് കിടക്കുന്ന ജനത്തെ ആത്മീയതയിലേക്ക് അവനെ കൊണ്ടുവരണം. അവന്റെ ഉള്ളിൽ ക്രിസ്തു ജനിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ക്രിസ്തു ജനിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ വളരെ ആത്മാവിൽ വേദനപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യൻ പാപത്തിൽ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ആത്മാവ് നിത്യമായി നരകത്തിലേക്ക് പോകും.
അല്ലേലിയ. ആ മനുഷ്യന്റെ ആത്മാവ് നിത്യമായി നരകത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് സുവിശേഷം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ലേലിയ. അപ്പൊ നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന സുവിശേഷം മടി കൂടാതെ ലജ്ജ കൂടാതെ ആമേൻ അഭിമാനത്തോടെ വിളിച്ചു പറയണം. സുവിശേഷം വിളിച്ചു പറയുന്നത് ഒരു അഭിമാനമാണ്. ചിലർക്കത് വളരെ പുച്ഛമായിട്ട് തോന്നിയാലും കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കൾക്ക് സുവിശേഷം വിളിച്ചു പറയുന്ന ഒരു അഭിമാനമാണ്. അപ്പൊ നിങ്ങൾ പൊതുനിരത്തുകളിൽ നിന്ന് സഭയില് അല്ലെ കൺവെൻഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സന്ദർഭങ്ങളിൽ അല്ലേലിയ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിളിച്ചു പറയുമ്പോൾ പാപികളുടെ ഹൃദയത്തിലേക്ക് വചനം ആഴമായി ഇറങ്ങിച്ചെല്ലും. പാപികളുടെ ഹൃദയത്തിലേക്ക് വചനം ആഴമായി ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ ആമീൻ നിങ്ങളെ സേവിക്കുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും പഞ്ചസാരകൾക്കും ലഹരികൾക്കും അടിമപ്പെട്ടിരിക്കുന്ന ജനങ്ങൾ അവരുടെ ഹൃദയത്തിൽ അനുതാപം പശ്ചാത്താപം ഉണ്ടാകാൻ തുടങ്ങും. അല്ലേരിയ. അവർ നിങ്ങളുടെ അരിയിലേക്ക് കടന്നു വരും. സഹോദരൻ വരും, പസ്സേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ മദ്യത്തിന് അടിമയാണ്, ലഹരിക്ക് അടിമയാണ്, എന്റെ കുടുംബം തകർന്നു കിടക്കുകയാണ്, എന്റെ തലമുറ തകർന്നു കിടക്കുകയാണ്, എന്റെ ജീവിതം തന്നെ നഷ്ടപ്പെട്ട് ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല, ആത്മഹത്യയാണ് മുമ്പിലുള്ളത്, ഞാൻ മടുത്തു എന്ന് പറഞ്ഞ് നിങ്ങളുടെ അരിയിലേക്ക് കടന്നു വരുന്നവരോട് നിങ്ങൾ സുവിശേഷം പങ്കുവെക്കണം. അവനെ ക്രിസ്തുവിൽ നിങ്ങൾ നേടണം. അല്ലേലിയ. സുവിശേഷം പറയുവാൻ ഈ ഭൂമിയിൽ ആരുടെ അധികാരം നമുക്ക് വേണ്ട. സുവിശേഷം പറയുവാൻ, പ്രചരിപ്പിക്കാൻ, പ്രസംഗിക്കുവാൻ ഈ ഭൂമിയിൽ ആരുടെ അധികാരമൊന്നും നമുക്ക് വേണ്ട. അത് കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. അല്ലേലിയ. സുവിശേഷം പറയുവാനുള്ള സകല അധികാരവും കർത്താവ് തന്നിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18, 19, 20 വാക്യങ്ങൾ വായിച്ചാൽ കാണുന്നുണ്ട്. യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് കർത്താവ്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോടെ എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. അതേ, സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അധികാരം യേശു നമുക്ക് തന്നിട്ടുണ്ട്. അല്ലേലിയ. ആ സുവിശേഷത്തിന്റെ അധികാരം ഏറ്റെടുത്തുകൊണ്ട് നീ ആത്മഭാരത്തോടെ, കണുതിയുടെ, വേദനയോടെ, ആമീൻ പ്രാർത്ഥനയോടെ ഉപവസിച്ച് ദൈവസന്നിധി നീ സുവിശേഷം വിളിച്ചു പറയുന്നെങ്കിൽ ആമീൻ ആത്മാക്കളെ നേടുവാൻ നിനക്ക് കഴിയും. അല്ലേലിയ. ഈ ലോകത്തിൽ നീ അനേകം നന്മകൾ നേടുന്നേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ഒരു ആത്മാവിനെ നേടുന്നത്. അല്ലേലിയ. സ്തോത്രം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിനകത്ത് ആഴമേറിയ സത്യങ്ങളിൽ ദൈവം നമ്മെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. ഇതിൽ മാൻപേടകൾ പ്രസവിച്ച് കുട്ടികൾ പെരുകുന്നത് പോലെ ദൈവസഭയ്ക്കകത്ത് പെരുപ്പമുണ്ടാകണം. രക്തം ചെയ്യും. ഈ കാലഘട്ടത്തിൽ സുവിശേഷത്തിന് മാത്രമേ മനുഷ്യന് സമാധാനം കൊടുക്കാൻ കഴിയുള്ളൂ. സുവിശേഷത്തിന് മാത്രമേ മനുഷ്യന് സൗഖ്യം കൊടുക്കാൻ കഴിയുള്ളൂ. സുവിശേഷത്തിന് മാത്രമേ മനുഷ്യനെ രക്ഷയിലേക്ക് നയിക്കാൻ കഴിയുള്ളൂ. സുവിശേഷത്തിന് മാത്രമേ മനുഷ്യന്റെ കഷ്ടതയിൽ നിന്ന് വിടിവിക്കാൻ കഴിയുള്ളൂ. സുവിശേഷത്തിന് മാത്രമേ മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടിവിക്കാൻ കഴിയുള്ളൂ. സുവിശേഷത്തിന് മാത്രമേ ഒരു മനുഷ്യൻ നിത്യജീവൻ കൊടുക്കാൻ കഴിയുള്ളൂ. സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. അല്ലേലിയ. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ള ഏക മാർഗം കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കർത്താവിന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിച്ച് നമ്മുടെ കർത്താവ് മധ്യാകാശത്തിൽ വരുന്ന ആ വലിയ അനുഭവത്തിന് വേണ്ടി കാത്തിരിക്കണം. അല്ലേലുയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നമ്മൾ കർത്താവിന് വേണ്ടി ഒരുങ്ങണം. അല്ലേലുയ. അപ്പൊ മാനികൾക്ക് എത്രയോ വിരോധികളുണ്ട്. വനാന്തരത്തിൽ പാർക്കുന്ന മാനുകൾ ആമീൻ പെരുകുമ്പോൾ തന്നെ മാനുകൾക്ക് എത്രയോ വിരോധികളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലേലിയ. മാനുകൾക്ക് വിരോധികളുണ്ടെന്ന് പറയുമ്പോൾ വനത്തിൽ സിംഹവും പുലിയും കരടിയും തുടങ്ങിയ ചെന്നായ്ക്കൾ അടക്കമുള്ള അനേക കാട്ടുമൃഗങ്ങൾ മാനിന് വിരോധമായി നിൽക്കുക. മാനിനെ ഏത് സമയത്തും കടിച്ചു കീറത്തക്ക നിലയിൽ, അതിനെ ആഹാരമാക്കത്തക്ക നിലയിൽ മാനുകൾക്ക് അനേക വിരോധികളുണ്ട്. പ്രൈസലോ. അപ്പൊ മാനുകൾക്ക് അനേക വിരോധികൾ ഉണ്ടായിട്ടും മാനുകൾ പെരുകിക്കൊണ്ടിരിക്കുക. മാനുകൾക്ക് വിരോധികളുണ്ട് എന്ന് പറഞ്ഞ് മാനുകൾ
അവ പെരുകുന്നതിൽ മാനുകൾ ഒരിക്കലും പുറകോട്ട് പോകുന്നില്ല. ഒരു മാനും ചിന്തിക്കുന്നില്ല ഞങ്ങൾക്ക് ഒരുപാട് വിരോധികൾ ഉള്ളതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് ഉൽപാദനം വേണ്ട കുട്ടികളെ ജനിപ്പിക്കുന്നില്ല എന്ന് ഒരു മാനും ചിന്തിക്കുന്നില്ല. അവ വെറ്റുപെരുകിക്കൊണ്ടിരിക്കുക. അല്ലേ? അപ്പൊ മാനുകൾക്ക് അനേകം വിരോധികൾ ഉള്ളതുപോലെ, വന്യമൃഗ ശല്യം ഉള്ളതുപോലെ, വന്യമൃഗങ്ങൾ അവയെ വേട്ടയാടുന്നുവെങ്കിലും അവ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പെറ്റുപെരുകിക്കൊണ്ടിരിക്കുക. എല്ലാ വന്യമൃഗങ്ങളും മാനുകളെ വേട്ടയാടും. കാരണം അത് ഓടി ഒളിക്കാൻ മാത്രമേ കഴിവൂ, മറ്റൊന്നും ചെയ്യാൻ എനിക്ക് കഴിവില്ല. മാനുകൾക്ക് മറ്റ് മൃഗങ്ങളെപ്പോലെ എതിർത്ത് നിൽക്കുവാനുള്ള യാതൊരു കഴിവുമില്ല. ശത്രുവിന്റെ മുമ്പിൽ ഓടി ഒളിക്കുവാൻ, വന്യജീവികളുടെ മുമ്പിൽ ഓടി ഒളിക്കുവാൻ, തങ്ങളെ അവനെ ശാപ്പാടാക്കാൻ, ഭക്ഷണമാക്കാൻ വരുന്ന സിംഹത്തിന്റെയും കരടിന്റെയും പുലിയുടെയും മുമ്പിൽ നിന്ന് കടുവയുടെ മുമ്പിൽ ഓടി ഒളിക്കാൻ മാത്രമേ അവയ്ക്ക് കഴിയുള്ളൂ. എങ്കിലും അവർ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ? അതുപോലെ ക്രൈസ്തവ മാർഗത്തിന് അനവധി വിരോധികളുണ്ട്. അല്ലേ? മാനുകൾക്ക് അനവധി വിരോധികൾ ഉള്ളപ്പോൾ തന്നെ അവ പെറ്റുപെരുകുന്നവരെ ക്രൈസ്തവ മാർഗത്തിന് അനേക വിരോധികളുണ്ട്. ക്രൈസ്തവ മതം പ്രചരിപ്പിക്കുമ്പോൾ, ക്രൈസ്തവ മതം വിളിച്ചു പറയുമ്പോൾ, യേശുവിനെ കുറിച്ച് വിളിച്ചു പറയുമ്പോൾ അനേക വിരോധികൾ ദൈവസഭയ്ക്ക് നേരെ എഴുന്നേക്കാം. നമുക്കറിയാം, ലോകരാജ്യങ്ങൾ പഠിച്ചാൽ നമുക്കറിയാം, തീവ്രവാദികൾ ക്രൈസ്തവ സമൂഹത്തെ ഏത് വിധത്തിൽ ഇല്ലായ്മ ചെയ്യാൻ, ചൂഷണം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, സുവിശേഷ വിരോധികളും വർഗീയവാദികളും ക്രൈസ്തവ മതത്തെ ഇതില്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, അല്ലേ, അവരത് കണ്ട് ഭയപ്പെട്ടു പോകാതെ മാനുകൾ പെരുകുന്നത് പോലെ ദൈവസഭ പെരുകിക്കൊണ്ടിരിക്കുക. ദൈവസഭയ്ക്കകത്ത് ആത്മീയ ജനനം നടന്നുകൊണ്ടിരിക്കുക. വിരോധികളെ കണ്ട് ഭയപ്പെട്ടു പോകാനല്ല ദൈവം നമ്മെ വിളിച്ചത്, ഏത് പ്രതികൂലത്തിന്റെ നിലയിലും ആത്മാക്കളെ നേടാൻ വേണ്ടിയിട്ടാണ്. രക്തജയം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഏത് പ്രതികൂലത്തിന്റെ നിലയിൽ എഴുതിയണം? ആത്മാക്കളെ നേടണം. സുവിശേഷം പറയുന്നിടത്തല്ല എതിരുകൾ ഉണ്ടാകുന്നത്. സിംഹവും കരടിയും പുലിയും ഹല്ലേലൂയ കടുവയും ഒക്കെ ഹല്ലേലൂയ മാനുകൾക്കെതിരായിരിക്കുന്നത് പോലെ തന്നെ ദൈവോധനം പ്രസംഗിക്കുന്നവർക്കും അനേക അല്ലെങ്കിൽ എതിരുകളുണ്ട്. അതുകൊണ്ട് ഏതെല്ലാം പ്രതികൂലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നാലും, ആകാശ മണ്ഡലത്തിലെ ദുഷ്ടാത്മസേനകൾ ഒന്നടങ്കം നിങ്ങൾക്കെതിരെ എഴുന്നേറ്റാലും സുവിശേഷം പറയുന്നതിൽ നിങ്ങൾ മുമ്പിലായിരിക്കണം. ആത്മാക്കളെ നേടുന്നതിൽ നിങ്ങൾ മുമ്പിലായിരിക്കണം. നിങ്ങൾ ആത്മാക്കളെ നേടുന്നവരായിരിക്കണം. ഹല്ലേലൂയ. സഭയ്ക്ക് ദിവസങ്ങൾ വലിയൊരു ആത്മീയ ജനനം ആവശ്യമാണ്. സഭയ്ക്കൊരു ആത്മീയ ഉണർവ് ആവശ്യമാണ്. സഭയിൽ ഈ ദിവസങ്ങളിൽ ദൈവജനം പെരുകണം. പുതിയ പുതിയ കുടുംബങ്ങൾ, പുതിയ പുതിയ ആത്മാക്കൾ സഭയിലേക്ക് കടന്നു വരണം. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിൽ തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന സകലരെയും സുവിശേഷം മുഖാന്തരം ക്രിസ്തുവിലേക്ക് നയിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതിന് ക്രൈസ്തവ മാർഗം വലിയ ഉപദ്രവമാണെങ്കിൽ അത് പെരുകിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ആകാശ മണ്ഡല ദുഷ്ടാത്മ സൈന്യം നിൽക്കുന്നുവെങ്കിലും ഇന്നും ക്രൈസ്തവ മാർഗം എന്ത് ചെയ്യുന്നു? പെരുകിക്കൊണ്ടിരിക്കുക. അല്ലേ? പുതിയ പുതിയ ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പുതിയ പുതിയ ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നവർ ദൈവത്തിന്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിക്കുന്നു, കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്നു, വിശുദ്ധ ജീവിതം നയിക്കുന്നു. ലോകമെമ്പാടും വലിയൊരു ആത്മീയ ഉണർവിന്റെ കാലഘട്ടമായത്. ഹല്ലേലൂയ. മാൻകുട്ടികൾ മാൻപേടകൾ കുട്ടികളെ പ്രസവിക്കുന്നത് പോലെ ലോകം മുഴുവൻ ക്രൈസ്തവ സഭ പെറ്റുപെരുകിക്കൊണ്ടിരിക്കുക. തകർക്കുവാൻ ഉലകത്തിലാർക്കും കഴിയില്ല. തകർക്കുവാൻ ഇവിടുത്തെ രാഷ്ട്രീയങ്ങൾക്കോ, ഇവിടുത്തെ തീവ്രവാദങ്ങൾക്കോ, ഇവിടുത്തെ ഭീകരവാദങ്ങൾക്കോ, വർഗീയതകൾക്കോ, ഇവിടുത്തെ അമലലിയ ഒന്നിനും സുവിശേഷത്തെ തകർക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. കഴിഞ്ഞ 2024 വർഷമായിട്ട് സുവിശേഷത്തെ തകർക്കുവാൻ അനവധി ആളുകൾ രംഗത്ത് വന്നു. പലരും എഴുന്നേറ്റു. ആ എഴുന്നേറ്റവരിൽ നിന്ന് രംഗത്ത് പോലുമില്ല, അവരെ നിന്ന് കാണാൻ പോലുമില്ല. സുവിശേഷത്തോട് വെല്ലുവിളിച്ചവരെ ആരും രക്ഷപ്പെട്ടിട്ടില്ല. സുവിശേഷം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതാണ്. സുവിശേഷം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെതാണ്. സുവിശേഷം എന്ന് പറയുന്നത് യേശുവാണ്. ഹല്ലേലൂയ. അത് ജീവന്റെ വചനമാണ്, രക്ഷയുടെ വചനമാണ്, സമാധാനത്തിന്റെ വചനമാണ്, നിത്യജീവനാണ്. ഹല്ലേലൂയ. ഒരു മനുഷ്യനെ മാനസാന്തരപ്പെടുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് സുവിശേഷം നിന്നെയും നിന്റെ കുടുംബത്തെയും രക്ഷയിലേക്ക് കൊണ്ടുവരും. കാരാഗ്രഹ പ്രമാണി പറഞ്ഞതുപോലെ
യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം, ഞങ്ങൾ എന്ത് ചെയ്യണം ചോദിച്ച പോലെ അപ്പോൾ പൗലോസ് പറയുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് അപ്പോസ്തലരുടെ 16 വായിച്ചാൽ കാണാൻ കഴിയുന്നത്. അപ്പം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ എന്നെ കേൾക്കുന്ന ശ്രോതാവി, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഏത് കഷ്ടതയുടെ, ഏത് പ്രതിസന്ധികളുടെ, ഏത് പ്രതികൂലത്തിന്റെ നടുവിലൂടെ കടന്നുപോയാലും മഹാവ്യാധികളും ഭാരങ്ങളും പ്രയാസങ്ങളും കടക്കണികളും ഞെരുക്കങ്ങളും ഒക്കെ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിലും മാനസികമായി നിന്റെ പിരിമുറുക്കുന്ന അനേക അനുഭവത്തിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിലും ഹല്ലേലൂയ, ജീവിതം തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ മരണനിഴലിന്റെ താഴ്വിലൂടെയാണ് നീ കടന്നു പോകുന്നെങ്കിലും സുവിശേഷം നീ കേൾക്കാൻ തയ്യാറായാൽ, സുവിശേഷം നീ വിശ്വസിച്ചാൽ, കർത്താവായ യേശുവിനെ നീ വിശ്വസിച്ചാൽ നിന്റെ സകല പ്രതിസന്ധികളും മാറ്റിത്തരാൻ ദൈവം വിശ്വസ്തനാ, യേശു വിശ്വസ്തനാ. ഹല്ലേലൂയ. അപ്പൊ സുവിശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഒരു ഐശ്വര്യം ഉണ്ടാവും. ഹല്ലേലൂയ. കുടുംബത്തിന്റെ ഇരുള് മാറും. നിങ്ങളുടെ ജീവിതത്തിന്റെ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ ഇരുളുകൾ മാറി നിങ്ങൾ ഭൂമിയുടെ ഉപ്പായി, ലോകത്തിന്റെ വെളിച്ചമായി ദൈവം നിങ്ങളെ മാറ്റുകയാണ്. ഹല്ലേലൂയ. അപ്പൊ സുവിശേഷത്തിന് വളരെ പ്രാധാന്യമാണ് കേട്ടോ. ഹല്ലേലൂയ. അപ്പം ക്രൈസ്തവ സമൂഹത്തിന് എതിരുകൾ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹം വർദ്ധിച്ചുകൊണ്ടിരിക്കുക, പാതാള ഗോപുരങ്ങൾക്ക് അതിനെ ജയിക്കാൻ കഴിയില്ല. അപ്പൊ സുവിശേഷം പറയുന്നവർക്കെതിരെ അനവധി പാതാള ഗോപുരങ്ങളാണ് ഉള്ളത്. സുവിശേഷകന്മാരെ അറിയാം, സുവിശേഷം പറയുന്നവരെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പാതാള ഗോപുരങ്ങൾ, സാത്താന്യ ശക്തികളുണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഓട്ടിക്കോ, കൊണ്ടുപോക്കോ, എടുത്തെറിയും, അടിച്ചു പൊട്ടിക്കും, തല്ലിപ്പൊട്ടിക്കുന്നൊക്കെ ചെയ്യുന്ന അനവധി ആളുകളുണ്ടെങ്കിൽ ഈ ക്രൈസ്തവ മാർഗം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇതിട്ട് ചോടുന്ന പ്രസ്ഥാനമല്ലെന്ന്. ഹല്ലേലൂയ. ഇത് വളർന്നുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പാതാള ഗോപുരങ്ങൾ ദൈവസഭയെ തകർക്കുവാൻ കഴിയുകയില്ലെന്ന് യേശു പറഞ്ഞത്. അപ്പം മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു പറഞ്ഞു, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. പത്രോസ് പറയാണ്, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ, എന്നിവിടെ ക്രിസ്തുവാകുന്ന പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. അത് ദൈവം പണി ആരംഭിച്ചിട്ട്, കർത്താവ് യേശു ക്രിസ്തു ദൈവസഭയുടെ പണി ആരംഭിച്ചിട്ട് കഴിഞ്ഞ 2024 വർഷമായി പാതാള ഗോപുരങ്ങൾ പല പ്രാവശ്യങ്ങളും എഴുന്നേറ്റിട്ടുണ്ട്. പക്ഷേ പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കുവാൻ കഴിയാത്ത ആത്മാവിന്റെ അഭിഷേകമാണ് ദൈവസഭയ്ക്കുള്ളത്, ദൈവമക്കൾക്കുള്ള, ദൈവസഭയിലുള്ളത്. അതുകൊണ്ട് പാതാള ഗോപുരങ്ങൾക്ക് തകർക്കുവാൻ കഴിയാത്ത വിധത്തിൽ ക്രൈസ്തവ മാർഗം പെരുകിക്കൊണ്ടിരിക്കുന്ന മാൻകുട്ടികൾ മാൻകുട്ടികൾ പെരുകുന്നത് പോലെ ദൈവസഭയ്ക്കകത്ത് ആത്മീയ ജനനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെയൊക്കെ എങ്ങനെ തടയാൻ കഴിയും? ഇപ്പോൾ നടക്കുന്ന ഉണർവിന്റെ അല്ലെങ്കിൽ ആദ്യമട്ട ഉണർവ് ലോകരാജ്യങ്ങളിൽ സംഭവിക്കാൻ കൂട്ടത്തോടെ ജനം കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് ഏക രക്ഷകനെന്ന് പറഞ്ഞു വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇനി അത് വീണ്ടും സംഭവിക്കാൻ പോകുക. ഹല്ലേലൂയ. അപ്പം പാതാള ഗോപുരങ്ങൾക്കൊന്നും ദൈവസഭയെ തകർക്കാൻ കഴിയത്തില്ല. ദൈവം ഹല്ലേലൂയ ഓരോ ഭക്തനെയും വിളിച്ച്, ദൈവം ഓരോരുത്തരും വിളിച്ച് വേർതിരിച്ച് ദൈവിക അധികാരം കൊടുക്കും. സുവിശേഷം കയ്യിൽ ഏൽക്കുമ്പോൾ പാതാള ഗോപുരങ്ങളെ ജയിക്കുമ്പോൾ അധികാരം കൂടെ കൊടുക്കുക. ഹല്ലേലൂയ. പത്രോസിനോട് ദൈവം പറയുന്നതാണ്, സ്തോത്രം, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു, നീ ഭൂമി കെട്ടുനോക്കി സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കു നോക്കി സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം, ആത്മാവും ജീവനുമായിരിക്കുന്ന യേശുവിനെ കുറിച്ച് ലോകത്തോട് വിളിച്ചു പറയണം, ജനത്തോട് വിളിച്ചു പറയണം. ലജ്ജ കൂടാതെ വിളിച്ചു പറയണം, മടി കൂടാതെ വിളിച്ചു പറയണം, ഭയം കൂടാതെ വിളിച്ചു പറയണം. ഹല്ലേലൂയ. സുവിശേഷം മുഖാന്തരം രക്തസാക്ഷിത്വം ഭരിക്കേണ്ടി വന്നാലും സുവിശേഷം പറയുന്നതിൽ ലജ്ജിച്ചു പോകരുത്. ഹല്ലേലൂയ. രക്തക്ഷയം. ക്രൈസ്തവ മാർഗം എന്ന് പറയുന്നത് രക്ഷയുടെ മാർഗമാണ്. ഹല്ലേലൂയ. അത് വിശുദ്ധിയുടെ മാർഗമാണ്, അത് സ്നേഹത്തിന്റെ മാർഗമാണ്, സമാധാനത്തിന്റെ മാർഗമാണ്. ഹല്ലേലൂയ. അത് സ്വസ്ഥതയുടെ മാർഗമാണ്, പ്രത്യാശയുടെ മാർഗമാണ്, അത് ആനന്ദത്തിന്റെ മാർഗമാണ്. ഹല്ലേലൂയ. അങ്ങനെ കഷ്ടതയുടെ നടിയിലൂടെ, ദുഃഖത്തിന്റെ നടിയിലൂടെ, കണ്ണുനീരിന്റെ നടിയിലൂടെ പാപഭാരവുമായി ചുമന്നു കൊണ്ടുപോകുന്ന, പാപഭാരം ചുമക്കുന്ന ഓരോ വ്യക്തിയും സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും കൊണ്ടുവരുന്നതാണ് സുവിശേഷം. ഹല്ലേലൂയ.
ചുള്ളിക്കൊടുങ്കാറ്റിൽ യഹോവയെ ദൈവം ഇയ്യോബിനോട് പല ചോദ്യങ്ങളും ചോദിക്കുക. ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇയ്യോബിന് അത് മനസ്സിലാകുന്നില്ലെങ്കിലും ഇയ്യോബ് ഒരു കാര്യം ഗ്രഹിക്കണം, ഇതെല്ലാം സൃഷ്ടിക്കുന്നത് യേശുവാണെന്ന്, യഹോവയാണ്. യോബിന്റെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു. ഭാര്യ നഷ്ടപ്പെട്ടു. ഭാര്യ ജീവനോട് ഉണ്ടെങ്കിലും ഭാര്യ തന്നിൽ അകന്നു നിൽക്കുന്നു. ഭാര്യ പറഞ്ഞു, നീ ദൈവത്തെ മുറുകെ പിടിക്കുക, ത്യജിച്ചു കളഞ്ഞ് നീ പോയി മരിച്ച്, നിന്നെ എനിക്ക് ഭർത്താവായി വേണ്ട. മക്കളെല്ലാം നഷ്ടപ്പെട്ടു, ആടുമാട് കന്നുകാലികളെല്ലാം നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും യഹോവയായ ദൈവം യോബിനെ ചുള്ളിക്കൊടുങ്കാറ്റിൽ സന്ദർശിച്ചിട്ട് പറയുക, നീ ഇതിനെയെല്ലാം നോക്ക്. അല്ലരിയ അല്ലേ, പാറയിലെ കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ? മാൻപേടകളുടെ ഈറ്റുന്നു നീ കാണുമോ എന്നൊക്കെ യോബിനോട് ദൈവം ചോദിച്ച് യോബിനെ ദൈവം ബലപ്പെടുത്തുക. യോബേ, നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരുവാൻ, നീ വീണ്ടും പെരുകുവാൻ, മുമ്പത്തെ പോലെ നിനക്ക് പെരുകുവാൻ ഞാൻ അവസരം തരും. അല്ലേരിയ, ഞാൻ യഹോവയാണെന്ന് നീ അറിയണം. അല്ലേരിയ, അത് എന്നെ കേൾക്കുന്ന പ്രത്യേകത, നമ്മൾ കർത്താവായ യേശുവിനെ അറിയണം. അല്ലേരിയ, കർത്താവായ യേശുവിനെ, കർത്താവിന്റെ നാമത്തിൽ വേണ്ടി നാം ശക്തിയോടെ നിൽക്കണം. അവിടെ ദൈവവചനം പറയുന്നത്, ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ സമയം ചെലവഴിക്കണം. നിങ്ങൾ ആത്മാക്കൾക്ക് വേണ്ടി സമയം ചെലവഴിക്കണം. സമയം ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും തിരുവചനം ജാഗ്രതയോടെ നിങ്ങൾ പ്രസംഗിക്കണം. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. തിരുവചനം ജാഗ്രതയോടെ പ്രസംഗിക്കണം. യേശുക്രിസ്തുവിന്റെ രക്ഷയെക്കുറിച്ച് ലോകത്തോട് വിളിച്ചു പറയണം. രക്ഷ യേശുക്രിസ്തുവിന്റെ മാത്രമാണ് ഏത് മനുഷ്യന്റെ. അല്ലേലൂയ. ഒരു മനുഷ്യർക്കോ, ഒരു മതങ്ങൾക്കോ, മത നേതാവിനോ, ഒരു രാഷ്ട്രീയക്കാർക്കോ, ഒരു സംഘടനകൾക്കോ രക്ഷ തരാൻ കഴിയില്ല. അല്ലേലൂയ. രക്ഷ തരുന്നത് യേശുക്രിസ്തു മാത്രമാണ്. രക്ഷയുടെ ഉറവിടം യേശുക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 22-ാം വാക്യമൊക്കെ വായിക്കും എഴുതിയിട്ടുണ്ട്, സകല ഭൂസിമാവാസികളും ആയുള്ളവരെ എങ്കിലേക്ക് തിരിച്ച് രക്ഷപ്പെടുവിൻ. അല്ലേലൂയ. ആരും വേറെ തിരിച്ചിട്ടില്ല. സകല ഭൂസിമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ. അതേ സ്നേഹിത, കർത്താവായ യേശുക്രിസ്തു രക്ഷ പ്രാപിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി നീ ഒരുക്കമുള്ളവരായിരിക്കണം. ഈ ലോകത്തിന്റെ പാപസുഖങ്ങൾ വിട്ട്, ഇവിടുത്തെ ഇഷ്ടങ്ങൾ വിട്ട്, ഇവിടുത്തെ ഇംഗിതങ്ങൾ വിട്ടിട്ട് നിത്യജീവന് വേണ്ടി നീ നിൽക്കണം. സ്വർഗരാജ്യത്തിലാണ് നിന്റെ പൗരത്വം. നിങ്ങളുടെ പൗരത്വം ഈ ഭൂമിയിലല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഫിലിപ്പി ലേഖനം 3:20 വായിക്കുമ്പോൾ കാണുന്നുണ്ട്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ. അതെ, നിങ്ങൾക്ക് ഭൂമിയിൽ പൗരത്വം കാണും, പേര് കാണും. പല ഭാഗത്ത് നിങ്ങൾക്ക് പേര് കാണും. പക്ഷേ യഥാർത്ഥ പൗരത്വം നമ്മുടെ സ്വർഗത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ലോകത്തിൽ നിങ്ങൾ ലഭിച്ചിരിക്കുന്ന ജീവിതം അത് തികയുമ്പോൾ, അത് അവസാനിക്കുമ്പോൾ നിങ്ങൾക്കൊരു പുതിയ ജീവിതം ആരംഭിക്കുന്നു. മരണാനന്തര ജീവിതം. അത് നിത്യമായി സ്വർഗത്തിലായിരിക്കണം. നിത്യമായ സ്വർഗത്തിൽ നിങ്ങൾ എത്തണമെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നിങ്ങൾ രക്ഷ പ്രാപിക്കണം. കർത്താവായ യേശുക്രിസ്തുവിൽ രക്ഷ പ്രാപിച്ച് ദൈവകൽപ്പനയെ സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് നിങ്ങൾ കർത്താവിന് വേണ്ടി ഒരുക്കത്തോടു കൂടി നിന്നാൽ നിങ്ങൾക്ക് നിത്യതയിൽ എത്തിച്ചേരാം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം അതാണ് പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് ജാഗ്രതയോടെ പ്രസംഗിക്കണമെന്ന് ദൈവാത്മാവ് പറയുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജാഗ്രതയോടെ പ്രസംഗിക്കുന്നതിനകത്ത് യാതൊരു ഉദാസീനതയും കാണിക്കരുത്. അതുകൊണ്ട് വചനം പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, കർത്താവിന്റെ പ്രത്യക്ഷതയിൽ ഒഴിഞ്ഞ കരങ്ങളോടെയല്ല, 1000 ആത്മാക്കളെ കൂടെ അവരോടുകൂടെ സ്വീകരിക്കുന്ന കരങ്ങളായിരിക്കും. കർത്താവായ യേശു പ്രത്യക്ഷ ഒഴിഞ്ഞ കരങ്ങളായിട്ട് നമ്മെ കാണാതെ 1000 ആത്മാക്കളെ നേടിയ കരങ്ങളായിട്ട് നമ്മെ കാണണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സദൃശവാക്യം 11:30 വായിക്കുന്നു. ഹല്ലേലൂയ. നീതിമാന് ജീവവൃക്ഷം പ്രതിഫലം, ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ നേടുന്നു. നീതിമാന് ജീവവൃക്ഷം പ്രതിഫലം, ജ്ഞാനിയായവൻ എന്ത് ചെയ്യുന്നു? ഹൃദയങ്ങളെ നേടുന്നു. ഹല്ലേലൂയ. അത് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ആത്മാക്കളെ നേടണം. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിന്റെ കണ്ണുനീര് മാറുവാൻ, ദുഃഖങ്ങൾ മാറുവാൻ, നിന്റെ കുടുംബം രക്ഷപ്രാപിക്കാൻ, തലമുറ രക്ഷപ്രാപിപ്പാൻ സുവിശേഷത്തിൽ നീ നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടണം. സുവിശേഷത്താൽ നീ വീണ്ടും ജന്മം പ്രാപിക്കണം. യേശുക്രിസ്തുവിനാൽ നീ വീണ്ടും ജന്മം പ്രാപിക്കണം എന്ന് ദൈവവചനം പറയുകയാണ്. ഹല്ലേലൂയ. അത് നമ്മൾ ദാനിയേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി, 12-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. ഹല്ലേലൂയ. അതെന്നാ കർത്താവിന് വേണ്ടി അതായപ്പെടണം. ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഹല്ലേലൂയ. എന്നും വായിച്ച വചനം എന്താണ്? ഹല്ലേലൂയ. ചുള്ളിക്കൊടുങ്കാറ്റിൽ
യഹോവയായ ദൈവം യോബിനോട് സംസാരിക്കുക. പാറയിലെ കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ? മാൻപേടകളുടെ ഈറ്റുനോവ് നീ കാണുമോ? അവയ്ക്ക് ഗർഭം തികയുന്ന മാംസം നിനക്ക് കണക്ക് കൂട്ടാമോ? അവയുടെ പ്രസവകാലം നിനക്ക് അറിയാമോ? അവ കുനിഞ്ഞ് കുട്ടികളെ പ്രസവിക്കുന്നു, ക്ഷണത്തിൽ വേദന കഴിഞ്ഞു പോകുന്നു. അവയുടെ കുട്ടികൾ ബലപ്പെട്ട് കാട്ടിൽ വളരുന്നു, അവ പുറപ്പെട്ടു പോകുന്നു, മടങ്ങി വരുന്നതുമില്ല. ഹല്ലേലൂയ. ഒരു ജനനത്തെക്കുറിച്ചാ, ഒരു വലിയ ജനനത്തെക്കുറിച്ച് യോബിനോട് ദൈവം പറയുക. ആ വലിയ ജനനത്തെക്കുറിച്ച് യോബിനോട് പറയുമ്പോൾ സകലത്തിന്റെയും ആധാരം, സകലത്തിന്റെ ഉടവിൽ യേശുവാണെന്ന് വെളിപ്പെടുത്തുന്നത് തന്നെ പുതിയ നിയമസഭയോട് ദൈവം പറയുന്നത് ആത്മാക്കളെ ജനിപ്പിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. മാൻപേടകൾ, ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. പേടമാൻ, ഹല്ലേലൂയ. മാൻപേടകൾ പ്രസവിച്ച് കുഞ്ഞുങ്ങളെ വർദ്ധിപ്പിക്കുന്ന പോലെ ദൈവസഭ ദിവസങ്ങൾ വർദ്ധിക്കണം. പ്രതികൂലങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, വെല്ലുവിളികളുണ്ട്, ഇടർച്ചകളുണ്ട്, എല്ലാം ഉണ്ട്. അതിന്റെ നടുവിൽ ക്രൈസ്തവ മാർഗം പെരുകിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ വളർച്ച പ്രാപിക്കണം, ആത്മാക്കളെ നേടണം. അവിടെ എന്നെ കേൾക്കുന്ന പ്രിയസ്നേഹിത, ഇതുവരെ നിനക്ക് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് വീണ്ടും ജന്മം പ്രാപിപ്പാൻ കഴിഞ്ഞ, ആത്മരക്ഷ പ്രാപിപ്പാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് പകൽ നിന്റെ ഹൃദയവും നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയും, നിന്റെ ഭാര്യയും, നിന്റെ ഭർത്താവിന്റെയും മക്കളെയും അപ്പനെയും അമ്മയും ദൈവത്തിന് സമർപ്പിച്ച് നിങ്ങൾ സുവിശേഷം ഏറ്റെടുക്കുന്നെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ ശാപങ്ങളും പാപങ്ങളും മാറി, നീ കടന്നു പോകുന്ന പ്രതിസന്ധികൾ മാറി, മഹാവ്യാധിയിൽ നിന്ന് ദൈവം നിന്നെ വിടിവിച്ച്, നിന്റെ കാഷ്ടതയിൽ ദൈവം നിന്നെ വിടിവിച്ച് അനുഗ്രഹത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരും. സമൃദ്ധിയിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരും. നിത്യജീവനൊക്കെ ദൈവം തരും. ഈ ലോകത്തിൽ ഏറ്റവും വലുത് നിത്യജീവനെ പ്രാപിക്കുക എന്നുള്ളതാണ്. നിത്യജീവനെ പ്രാപിക്കുക എന്നുള്ളതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അത് ഈ ഭൂമി നിങ്ങൾ ജീവിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, നിങ്ങളുടെ അകൃത്യങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിൽ ആത്മരക്ഷ പ്രാപിക്കണം, രക്തം ചെയ്യാം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ കേൾക്കുന്നവർ നിങ്ങൾ മാനസാന്തരപ്പെടണം, വിശുദ്ധ ജീവിതം നയിക്കണം, പാപത്തെ വിട്ടകന്ന് നിൽക്കണം, പാപത്തെ വിട്ടോടണം. ഹല്ലേലൂയ. വിശുദ്ധിയിലേക്ക് മടങ്ങി വരണം. ഈ ലോകത്തിന് അനുപരായി തീരാത്ത നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് യേശുക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കണം. ഹല്ലേലൂയ. അതാണ് നിത്യമായ സന്തോഷം. അവിടെ നിന്റെ കഷ്ടങ്ങളെല്ലാം മാറും. യേശുവിനെ എപ്പോൾ നിന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു, യേശുവിന്റെ ഹൃദയത്തിൽ ഇടം കൊടുക്കുന്നു, അവിടെ നീ അനുഗ്രഹിക്കപ്പെടും. ആ സമയത്ത് നീ അനുഗ്രഹിക്കപ്പെടും. കണ്ണുകളുടെ ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതി. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയരും ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ കുടിയിലോട്ട് കൊട്ടാരത്തി വരെ പാർക്കുന്നവരെ കേരളത്തിനും ഭാരതത്തിലും ലോക രാജ്യങ്ങളിലുള്ള 800 കോടി ജനത്തിനായി ഞങ്ങളുടെ വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണമേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി മേഖല ഭരിക്കുന്നവരെ, ട്രൈബൽ മേഖലയായിരിക്കുന്ന ജനത്തെയും അധികാരികളെയും, കരസേന, വ്യോമസേന, നാവികസേനാധികാരികൾ, അതിർത്തികൾ കാക്കുന്ന BSCRP അടക്കമുള്ള ക്രമസമാധാന പാലകരെ, നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്നവരെ, രഹസ്യാന്വേഷണ പോലീസിന്റെ വിവിധ സെക്ഷനുകൾ, ജുഡീഷ്യറിയുടെ ഭാഗങ്ങളെ, കരയിലും കടലിലും ആകാശമാർഗം വാഹനം ഓടിക്കും, വാഹന യാത്രമാർഗം നിർമ്മിതാക്കൾ, സെയിൽസ് ചെയ്യുന്നവരെ, കടലോര വാസ, തീരദേശ വാസ, മത്സ്യബന്ധനെ കടന്നു പോയിരിക്കുന്നവർ, വഴിയോര കച്ചവടക്കാരെ, വലുതും ചെറുതുമായ എല്ലാ വ്യാപാരികൾ, വ്യവസായികൾ, എല്ലാ കരികളും കമ്പനികളും ഫാക്ടറി ജോലി ചെയ്യുന്നവർ, ആമി കൺസ്ട്രക്ഷൻ രംഗത്ത്, മെക്കാനിക്കൽ, മോട്ടോർ രംഗത്ത്, യൂണിറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ടാക്സി ഓട്ടോ സർവീസിന്, എല്ലാ ഹെവി വാഹനം ഓടിക്കുന്നവരെയും, സഹകരണ മേഖല, പൊതുമേഖല, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖല, എല്ലാ ബാങ്ക് മേഖല, എല്ലാ മേഖലയായിരിക്കുന്നവർ, ഭരണവിരുദ്ധ പാർട്ടികളെ, മത, സാമൂഹ്യ, സംസ്കാര, ചരിത്ര, മാധ്യമ, മീഡിയ രംഗത്ത് നിൽക്കുന്നവരെ, മദ്യത്തിനും മയക്കിനും ലഹരി അടിപ്പെട്ട് തീവ്രവാദ, ഭീകരവാദ, വർഗീയതയിൽ അകപ്പെട്ട് കിടക്കുന്നവർ, കർത്താവേ, സകല ശാപത്തിനും പാപത്തിനും വീണ് കിടക്കുന്ന, മരണാസിലായിരിക്കും മഹാവ്യാധിയാൽ ഭാരപ്പെടുന്നവർ, ഈ ദിവസം മദ്യത്തിനും മയക്കും ലഹരി അടിപ്പെട്ട് കിടക്കുന്നവരെല്ലാം മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് ആത്മരക്ഷ പ്രാപിപ്പാൻ, നിത്യജീവനെ പ്രാപിപ്പാൻ, കർത്താവിന്റെ വരവിനുവേണ്ടി ഒരുങ്ങുവാനും ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന. ഹല്ലേലൂയ. സകല അകൃത്യങ്ങൾ ജനത്തെ വിടുവിക്കണമേ. പിടിച്ചുപറി, മോഷണം, ദരിദ്രത്തെ പൂർത്തിയും ആമി പെൺവാണികളും പെരുകുമ്പോൾ, കർത്താവേ, സ്തോത്രം, വിവിധ തലങ്ങളിൽ മനുഷ്യൻ നശിപ്പിക്കുന്ന പാപങ്ങൾ ഭൂമി പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ജനം വീണുപോകാതെ മടങ്ങിവരുന്ന എല്ലാ സാത്താന്യ ആരാധന, സാത്താന്യ ഗ്രൂപ്പുകളെ ദൈവം നീക്കി അതിൽ കുടുങ്ങിക്കിടക്കുന്ന ജനങ്ങൾ മടങ്ങി വരുവാൻ നിങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുകയാണ്. മനുഷ്യൻ പലരും അടിമപ്പെട്ട് കിടക്കുന്ന, മനുഷ്യൻ അടിപ്പെട്ട് കിടക്കുന്ന പാപത്തിൽ വിടുവിക്കപ്പെട്ട് നിത്യജീവന്റെ അവകാശികളെ
സാക്ഷികളായി തീരുവാൻ ഞങ്ങൾ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവേ സ്തോത്രം. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ, പഠിക്കുന്നവർ, ഹല്ലേലൂയ ആമേൻ സ്ഥിരതാമസമാക്കിയവർക്കായി സ്തോത്രം. കഷ്ടസഹിക്കും മടലാടി നാട്ടിലേക്ക് കിടന്ന് വലിയ ശമ്പളമില്ലാതെ സാലറി കിട്ടാതെ ഭാരപ്പെടുന്നവർ, അവിടെ വെറുക്കുന്ന ജീവിതം ചെല്ലാം നഷ്ടപ്പെടും ജയിലിൽ കിടക്കുന്നവർ, വിദേശരായി പീഡിപ്പിക്കേണ്ട സൗരന്മാർ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ എല്ലാ പ്രിയപ്പെട്ടവരും മാനിച്ചനുഗ്രഹിക്കണമേ. കർത്താവിന് വേണ്ടി സ്നേഹിച്ച് കടന്നുപോയിരിക്കുന്ന ദൈവമക്കളെ ദൈവദാസന്മാരെ അനുഗ്രഹിക്കണമായി പ്രാർത്ഥിക്കുന്നു. ശൈശവത്തിനും ബാല്യത്തിനും കൗമാര യുവനത്തിനും പ്രാർത്ഥിക്കുന്നു. ഞാനും വൃത്തരും വശന യാച ഓർഫനേജിലുള്ള തലമുറയിലായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കും. ഭവനമില്ലാത്തവർ, ആമേ തലമുറയില്ലാത്തവർ, വിവാഹ ജീവിതം പ്രായത്തിൽ സൗരന്മാർ, അല്ലെങ്കിൽ ഭൂമിയില്ലാതെ ജപ്തി നടപടി കടങ്ങളാൽ ഭാരപ്പെടുന്നവർ, തകർന്ന് ആമേ ജീവിതം നിരാശയുടെ കടന്നു പോകുന്ന അനേക ജീവിതങ്ങൾ ഇന്ന് മകൾ സുവിശേഷത്തിലൂടെ ആമേ കർത്താവി ആത്മരക്ഷ പ്രാപിപ്പാൻ, അവിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുക, ജനത്തിന്റെ ആത്മീയ കണ്ണുകൾ തുറക്കുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകലമുഖത്ത് ഒരുങ്ങണം യേശു കർത്താവിന്റെ വിടിയേറെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ.